നമസ്കാരം. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പ്രഹരമേറ്റ ഇറാൻ ഇനിയും ഇതിലൊരു തിരിച്ചടി നൽകാത്തത് എന്താണെന്ന ചർച്ചകൾ പൊതുവേദികളിൽ ഉയർന്നു കഴിഞ്ഞു. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലയ്ക്ക് തൊട്ട് പിന്നാലെ തന്നെ കണക്ക് വീട്ടുമെന്ന് പറഞ്ഞ ഇറാൻ സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ശക്തരായ ഇസ്രായേലിന് മറുപടി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധത്തിലാകണമെന്ന രീതിയാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ കൂടി പിന്തുണയുള്ള ഇസ്രായേലിന് തിരിച്ചടി നൽകുകയെന്നത് അത്ര പ്രയാസമുള്ള കാര്യമാകില്ല. മാത്രമല്ല, ഇസ്രായേലിൻ്റെ മറുപടി അത്ര ചെറുതായിരിക്കില്ല, അതൊരു വലിയ പദ്ധതി തന്നെയായിരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആകുന്ന ശക്തിയെല്ലാം സംഭരിച്ച എല്ലാ പഴുതുകളും അടച്ച് ഒരു തിരിച്ചടി പോലും നൽകാൻ ശേഷിയില്ലാത്ത വിധം ഇസ്രായേലിനെ പൂട്ടുക എന്ന തന്ത്രമായിരിക്കാം അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് ഈ രംഗത്തെ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഇറാന്റെ ഇപ്പോഴുള്ള നീക്കം പരമാവധി ഭീതി പരത്തുക എന്നതാണ്. ഏത് നിമിഷവും യുദ്ധം കാത്തിരിക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെയും സൈന്യത്തിൻ്റെയും കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ. ഇതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കുടുംബത്തിലേക്ക് എല്ലാ കണ്ണുകളും നീളുന്നത്. ഇറാന്റെ മറുപടി ഏത് രീതിയിലും ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കെ ഫ്ലോറിഡയിൽ മകന് കൂടുതൽ സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ മാസം അവസാനത്തിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിലായിരുന്നു ഹനിയ കൊല്ലപ്പെട്ടത്. ഹനിയയുടെ രക്തത്തിന് പകരമായി ഇസ്രായേലിലെ ഹൈ പ്രൊഫൈൽ വ്യക്തികളെയാണ് ഇറാൻ നോട്ടമിടുന്നത് എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നെതന്യാഹു ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഉപദേശക സമിതിക്ക് മുന്നിൽ നെതന്യാഹുവിൻ്റെ ഓഫീസ് ചുമതലയുള്ള ഡയറക്ടർ ജനറൽ യോസി ഷെലിയാണ് നെതന്യാഹുവിൻ്റെ മകൻ്റെ സുരക്ഷ കൂട്ടാൻ അപേക്ഷ സമർപ്പിച്ചത്. ഇറാൻ ആക്രമണം തന്നെയാണ് അപേക്ഷയിൽ കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നെതന്യാഹു കുടുംബത്തെ ഇത് എത്രത്തോളം ഭീതിയിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണം കൂടിയായി ഈയൊരു നീക്കം. വിദേശത്തുള്ള ഇസ്രായേലികളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന രഹസ്യാന്വേഷണ സംഘം ഷിൻ ബെറ്റിൻ്റെ സംരക്ഷണത്തിലാണ് യായർ നെതന്യാഹു ഇപ്പോഴുള്ളത്. എന്നാൽ ഭീഷണിയുടെയും കൃത്യമായ ഇടവേളകളിലെ വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഷിൻബെറ്റ വ്യക്തികൾക്കുള്ള സുരക്ഷ കൂട്ടാറുള്ളൂ. യായറിനെതിരെ നിലവിൽ പ്രകടമായ ഭീഷണികളൊന്നും ഉയരാത്തതിനാൽ സുരക്ഷ കൂട്ടാനിടയില്ല എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അത് ചാനൽ 12, ഇസ്രായേൽ മാധ്യമമായ ചാനൽ 12നോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2023 ഏപ്രിൽ മുതൽ ഫ്ലോറിഡയിലെ മയാമിയിലാണ് 33കാരനായ യായർ നെതന്യാഹു കഴിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചിലവ് നേരത്തെയും ഇസ്രായേലിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മയാമിയിലെ ഒരു അത്യാഡംബര അപ്പാർട്ട്മെൻറ്റിലാണ് യായർ താമസിക്കുന്നത്. ഒരു ഡ്രൈവറും ഷിൻബെറ്റിൻ്റെ അതിസുരക്ഷാ വിഭാഗമായ യൂണിറ്റ് 730യിൽ നിന്നുള്ള 2 അംഗരക്ഷകരും യായറിനൊപ്പമുണ്ട്. പ്രതിവർഷം ഇദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് മാത്രമായി 25 ലക്ഷം ഇസ്രായേൽ ഷെക്കൽ, അതായത് ഏകദേശം 5,72 ലക്ഷം ഇന്ത്യൻ രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിടുന്നത്. ഓരോ മാസവും 2 ലക്ഷം ഷെക്കൽ, അതായത് 45 ലക്ഷം രൂപയാണ് ചെലവായിട്ട് വരുന്നത്. ഇസ്രായേലിലെ ഉന്നത തലത്തിലുള്ള 7 പ്രമുഖർക്ക് മാത്രമാണ് യൂണിറ്റ് 730 സുരക്ഷയൊരുക്കുന്നത്. പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി, സെനറ്റ് സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണ് ആ പ്രമുഖർ. മന്ത്രിമാർ ഉൾപ്പെടെ ബാക്കിയുള്ള പ്രധാന വ്യക്തികൾക്കെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിലുള്ള മാഗൻ യൂണിറ്റാണ് സുരക്ഷയൊരുക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നെതന്യാഹുവിൻ്റെ മകന് ഇതേ പരിരക്ഷ നൽകാൻ പോകുന്നത്. ഇതിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്നാൽ യായറിൻ്റെ ഷിൻബെറ്റ് സുരക്ഷ 1 വർഷത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു കഴിഞ്ഞ മാസം ഇസ്രായേൽ അധികൃതർ ചെയ്തത്. നെതന്യാഹുവിൻ്റെ ഭാര്യ സാറയുടെയും മറ്റൊരു മകനായ ആവ്നറിൻ്റെയും സുരക്ഷയും നീട്ടിയിട്ടുണ്ട്. രണ്ടുപേരും നെതന്യാഹുവിനൊപ്പം ഇസ്രായേലിലാണ് കഴിയുന്നത്. 2023 മാർച്ചിലാണ് എല്ലാവർക്കും ഷിൻബെറ്റ് സുരക്ഷ നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുന്ന സമയത്ത് തെലവീവിലെ ഒരു ബ്യൂട്ടി പാർലറിലെത്തിയ സാറയെ 100 കണക്കിന് സമരക്കാർ വളഞ്ഞിരുന്നു. ഇതിനുശേഷമായിരുന്നു കുടുംബത്തിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി അതീവ സുരക്ഷ നൽകാൻ അനുമതിയായത്. അമ്മയും സഹോദരനും ഇസ്രായേലിൽ കഴിയുമ്പോൾ ഗസയിലെ ആക്രമണ സമയത്ത് ഉടനീളം മയാമിയിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു യായർ നെതന്യാഹു. മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ജൂലൈയിലാണ് നാട്ടിൽ പോയത്. US സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ നെതന്യാഹുവിനൊപ്പമാണ് ഇസ്രായേലിലെത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിമാനമായ വിങ് ഓഫ് സയണിലായിരുന്നു ഈ രഹസ്യ യാത്രയെന്ന് ജെറൂസലേം പോസ്റ്റ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു.
പിന്നീട് കഴിഞ്ഞ ആഴ്ച മയാമിയിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ നെഞ്ചിടി പേറുന്നത്. മാത്രമല്ല കുടുംബവും ഭീതിയിലാണ്. എന്തായാലും ഈ ഒരു സാഹചര്യം നെതന്യാഹുവിനെ സംബന്ധിച്ച വളരെ നിർണായകമാണ്. ഏതൊരു ശക്തൻ്റെയും ഉള്ളു പൊള്ളിക്കുന്നത് അയാളുടെ കുടുംബത്തിന് ആപത്ത് വരുന്നു എന്ന് കേൾക്കുന്നത് മുതലാണ്. ഒരുപക്ഷെ ഈ ഒരു റിപ്പോർട്ടുകൾ നെതന്യാഹുവിനെ മാനസികമായി തളർത്താനുള്ള ഇറാൻ്റെ നീക്കങ്ങളും ആയേക്കാം. ഇസ്രായേൽ ആയാലും ഇറാൻ ആയാലും പല ഘട്ടങ്ങളിലും അവർ ജയിക്കുന്നത് ശക്തി കൊണ്ട് മാത്രമല്ല ബുദ്ധി കൊണ്ടുകൂടിയാണ്. അതുകൂടി ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്.